Good morning. ഹേ ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ തനിമ ഫാം ലൈഫിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഞാൻ ഫസ്റ്റ് പാട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടോക്കിയല്ലോ. രാവിലെ നമ്മൾ എണീക്കാൻ തന്നെ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കിടക്കാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമുക്കിനി കുറച്ചുകൂടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൈഡ് വരണുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഡിന്നർ കഴിച്ചു അവിടെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നടന്ന് പോകട്ടോ. അപ്പോൾ ലിഹാൻ്റെ അടുത്താണ് സ്ട്രോളറൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. നമ്മൾ വരുമ്പോൾ കൊണ്ടുവരാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഹാനും ലിഹാനുവിനെയും കൊണ്ട് നടക്കാം. कई पिടിക്ക് സത്തെ നമ്മൾ ഗൾഫിൽ യുദ്ധത്തിൻ്റെ ആ ഒരു ടൈമിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണെന്ന് അറിയില്ല, പോയെന്ന് മാത്രം കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച പിന്നെ തിങ്കളാഴ്ച ഒന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഫുഡ് കഴിക്കണം അവിടെയൊക്കെ വിശാലമായിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ ഇതാ നട്ട്സും അതുപോലെ കോഴിക്കോട് ഹൽവ, അതുപോലെ ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ കോഫി, ടീ, അതുപോലെ കഞ്ഞി, പയറിൻ്റെ വേവിച്ചത്, അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചി നമ്മളവിടെ ഇരുത്തിയിട്ട് അവർ ഫുൾ സർവ് ചെയ്യാം ടേസ്റ്റ്. ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖുവിന് ബ്രെഡും ജാമോട്ടോ വേണം പറഞ്ഞു, അതുപോലെ ഹാനിയാക്ക് ചോക്കോസ്. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുത്തിട്ട് അവർ കഴിക്കട്ടോ. എന്തെങ്കിലും വേണോ? കുറച്ച് വെക്കട്ടെ. ചൂട് പോയി ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ദോശയും പുട്ടും ഓംപ്ലേറ്റും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഗൈഡ് വന്നിട്ട് വേണം നമുക്ക് കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ ഗൈഡ് വന്നിട്ടുണ്ട്. ഗൈഡും ഹാനിയൊക്കെ സെറ്റായിരുന്നു കേട്ടോ. ആൾ നല്ല അടിപൊളിയായിരുന്നു. നമുക്കെല്ലാം വിശദീകരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സിക്സ് ലൈൻ ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിക്സ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ റോളർ കോസ്റ്റർ ചെയ്യും. കുട്ടികൾക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ചെയ്യാം. എല്ലാവരും സ്വഭാവം
ഒരാൾ ചെടിയിട്ട് അടുത്താണ് ചെയ്യും. എന്നിട്ട് തിരിച്ചു പോകും. മീനിനെ കാണാൻ വേണ്ടി പോകും. തമിഴ് മലയാളം ഹലോ എന്താ കൊണ്ടുവന്നു. രണ്ട് കൈ എവിടെ താപ്പം വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇന്നത്തെ നമുക്ക് കുറച്ച് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം റംഷി കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ ഭയങ്കര പേടിയാണ്. റംഷി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ നമ്മുടെ മനസ്സിലാക്കാനല്ലേ? നമ്മൾ വേറെ പുല്ലുണ്ടാവും, പിന്നെ മണ്ണ് കല്ല് ഇങ്ങനെ. ഓക്കെ ഓക്കെ മനസ്സിലാവും. ഇത് ഓരോ മണ്ണിൻ്റെയും പ്രത്യേകതയുണ്ട്. ഇതിൽ എ ഹൊറൈസണിലാണ് നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ലെയർ. പിന്നെ ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും. വേര് സ്റ്റാർട്ട് ആവാൻ തുടങ്ങുന്നത് ഈ ലെയർ തൊട്ട്, ടോപ്പ് സോയിൽ ഈ ലെയർ തൊട്ടാണ്. പിന്നെ കൂടുതൽ ബാക്ടീരിയ ഫംഗസ് ഒക്കെ ഉള്ള ഈ ലെയർ അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും. കാടിനുള്ളിലാണ് ഈ ലെയർ ഉണ്ടാവുക. വെള്ളം കൂടുതൽ കെട്ടി നിൽക്കുന്ന സ്ഥലത്താണ് ഈ ലെയർ. ഇത് ഗോൾഡൊക്കെ മൈനിങ് ചെയ്യുന്നത് ഇതുവരെ പോകും. പിന്നെ മണ്ണ് സ്റ്റാർട്ട് ആവാൻ തുടങ്ങുന്നത് ഇവിടെ സബ് സോയിൽ. പാറ പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഗൈഡ് ഇങ്ങനെ വിശദീകരിച്ച് തന്നു കേട്ടോ. ഒന്നും മനസ്സിലായില്ലെങ്കിലും ആന്ന് റംഷി പറയണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് വന്നെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡേ 1 നമ്മൾ വരുമ്പോൾ ഉച്ച കഴിഞ്ഞതുകൊണ്ട് വെൽക്കം ഡ്രിങ്ക് ഈ ഒരു 10 മണി ആ ടൈമിലുള്ള വരുന്ന ഒരു കട്ട കിട്ടുക. ഇവരുടെ ഫാമിൽ തന്നെ ഉണ്ടായ നല്ല അടിപൊളി ഗുവ ജ്യൂസായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. പിന്നെ അതാ ഇതേപോലെ ഒരു അക്വാറിയത്തിൽ നല്ല കളർ ഫിഷുകൾ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. തൊട്ടപ്പുറത്ത് കുളം കേട്ടോ.
അതിലാണ് ഫിഷിംഗ് ഉണ്ട്, അതുപോലെ കയാക്കിംഗ്, ബോട്ടിംഗ് അതൊക്കെ സംഭവങ്ങൾ അവിടെയാണ്. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. കുറച്ച് ദിവസമായതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇതാ ഈ കറി ലീഫിൻ്റെ അടിപൊളി കുക്കീസാണ് കേട്ടോ. നമ്മളതൊക്കെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ആക്കി. ഹാനിയാക്ക് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ചുറ്റാൻ വന്നതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് നേരെ ബോട്ടിങ്ങിന് പോവാം കേട്ടോ. ഞാനും റംഷിയും കുട്ടീസൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ റംഷിയുടെ ഫോണിലാണ് എടുത്തിരിക്കണം. അപ്പോൾ എൻ്റെ അത് ഇല്ല കേട്ടോ. Bye. നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് നേരെ ഇതേപോലത്തെ ഒരു ട്രെയിനിലാട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ പാർക്കിന് ചുറ്റും അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ടും ഒക്കെ ശരിക്കും ഒരു ഒറിജിനൽ ട്രെയിനിലിരിക്കണ ഒരു വൈബായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുട്ടീസിനെ കൊണ്ട് പാർക്കിൽ കുറച്ച് നേരം കളിക്കാൻ വിചാരിച്ചു. തലേന്ന് റംഷി കുട്ടീസിനെ കൊണ്ട് ഇങ്ങോട്ട് വന്ന കേട്ടോ. ഞാനും ലിഹാനും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ അവർ രണ്ടാളും കൂടി കുറേ നേരം എല്ലാത്തിലും കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മരത്തിൽ നിറയെ ചാമ്പൊക്കെ ഉണ്ടായിക്കണു കേട്ടോ. അപ്പം നമ്മുടെ ഗൈഡ് നമുക്ക് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഷെയ്ഗു ഇവിടെ വാസത്തോ, ഷെയ്ഗു ഇവിടെ ഇറങ്ങ. കയ്യിൽ കൊടുത്താൽ കയ്യിലൊന്ന് കളിക്കും.
ബുദ്ധിമുട്ടാണ് അവർക്ക്. സ്ട്രൈറ്റ് ആയി നോക്കൂ. ഇതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാലും പോരാ, അതിങ്ങനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം ടപ്പ് ടപ്പ് കണ്ടിരിക്കും കേട്ടോ. അമ്മാതിരി ഒരു ഫീലായിരുന്നു. റംഷി ഉള്ളതുകൊണ്ട് എനിക്കൊരു ധൈര്യമായിരുന്നു കേട്ടോ. കുട്ടികളിനൊക്കെ നമ്മളുടെ ഗൈഡാട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ അവരായിരുന്നു തൊട്ട് ഇരിക്കാൻ വേണ്ടി ഇൻസ്പിറേഷൻ. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. റീൽസിലും ഷോർട്സിലൊക്കെ അങ്ങനെ ആൾക്കാർ ചെയ്യുന്നതുകൊണ്ടെങ്കിൽ കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയത്. ഇതിനാണോ കരഞ്ഞ്? അല്ല ആള് അണിയുള്ളൂ. അണിയനെ എന്തല്ലേ ഉള്ളൂ ഇല്ലേ? ഇത് സ്റ്റേ ആണ്. ഇത് ഈ റൂം സ്റ്റേ ആണ്. അത് ഡോർമെട്രി. ഡോർമെട്രി ആണ് അല്ലേ? മെയിൻ ബാച്ചിലേഴ്സ് വന്ന് ഒരിക്കലാ. അപ്പോൾ അവിടുത്തെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സംഭാരം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മൺചട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നേരെ പിന്നെ മഹാഗണിക്കട്ട പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡേ 1 അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് പറ്റിയതാട്ടോ. പക്ഷെ ലിഹാനും ചെറുതാണ്, ഹാനിഷയും ചെറുതായതുകൊണ്ട് അവർക്കൊന്നും അത് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് കണ്ടോ ഒട്ടകം, അത് ഫോട്ടോഷൂട്ടിനുള്ള കേട്ടോ. കുതിര ഉണ്ട്, അതാണ് റൈഡിനുള്ളത്. അപ്പോൾ ഹാനിയാനെയും ഷെയ്ഖാനെയും അതിലിരുത്താൻ വെച്ചു കേട്ടോ. അപ്പോൾ അതാ അവർ രണ്ടാളിനെയും 2 റൗണ്ട് ഇങ്ങനെ സവാരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു.
എന്തായാലും സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ടാവില്ലേ? ആ പതുക്കെ ഇറങ്ങിട്ടാ ശൈകു, പതുക്കെ ഇറങ്ങി കിടക്കണ്ടട്ടാ. ചേച്ചി അറ്റം വരെ ഉണ്ടോ? അറ്റം വരെ ക്ലീൻ ചെയ്യണ്ടോ? അത് അവിടെ കഴിഞ്ഞാ അറ്റം വരെ ക്ലീൻ ചെയ്യണ്ടോ? ആ ആക്ടിവിറ്റീസിൽ നമുക്ക് റെയിൻ ഡാൻസ് മാത്രം മിസ്സായിട്ടോ. കാരണം നമ്മൾ പൂളിൽ പോയപ്പോൾ അവിടുത്തെ നല്ല ആളുണ്ടായിരുന്നു, അത് വലിയവർക്ക് പറ്റുക കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് കുട്ടീസിനും വലിയവർക്കും എല്ലാവർക്കും പറ്റിയൊരു പൂളുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പോയപ്പോൾ അവിടെ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മസാജ് സെൻ്ററിലത് പോയിച്ചു. നമുക്ക് ഫുൾ ബോഡി മസാജ്, അതുപോലെ കാലിന് മാത്രം കൈന് മാത്രം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുൾ ബോഡി മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ആടാം. അപ്പോൾ ഷെയ്ഖുവിന് വെച്ചിട്ട് കുറച്ച് നേരം ആടി, ലിഹാനും ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പൂളിൽ കളിക്കണമെന്ന് വല്ലാണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റെയിൻ ഡാൻസ് ഞാൻ പറഞ്ഞല്ലോ മിസ് ചെയ്തു. കുട്ടികൾക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം പൂളിൽ തന്നെ അത്യാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വെള്ളത്തിലും കൂടി പോയി കളിച്ചിട്ട് അധികം ആവേണ്ട വെച്ചിട്ടാട്ടോ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാണ്ടായിട്ട്. പിന്നെ അതിൻ്റെ ഷെയ്ഖുവിന് ഈ പ്രതിമനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അതിനൊരു കുട്ടീനെ പോലെ കുറേ ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു, കുറേ കെട്ടി പിടിക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് എന്തോ അതിന് ഭയങ്കര ഇതായി. പിന്നെ നമ്മൾ നേരെ പിന്നെ പൂളിൽക്കാട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അവിടെ എല്ലാവരുടെയും സംഭാരം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ടൈമായിരുന്നു. അപ്പോൾ ഷെയ്ഖു അതെടുത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അത് ആ ചേച്ചി ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഗൾഫ് യുദ്ധം ആ ടൈമിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, ഒരു 4 മാസം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ സൺഡേ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷെ മൺഡേ ആരുമില്ല കേട്ടോ. റിസോർട്ട് ആകെ ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം അവർ പറഞ്ഞു കേട്ടോ, റൂമിലേക്ക് ആരുമില്ല, അതുകൊണ്ട് നിങ്ങളും വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ പോയാൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ പൂളിലൊക്കെ ഒരു അടിപൊളി കളിയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ആ റൂമിലെത്തിട്ടോ. നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം ആയതുകൊണ്ട് ഫുഡ് അവിടെ നിന്നില്ല കേട്ടോ. തലേന്ന് ഉച്ചക്കത്തെ, അതുപോലെ വൈകുന്നേരത്തെ സ്നാക്ക്, അതുപോലെ രാത്രിത്തെ ഡിന്നർ, പിന്നെ പിറ്റേന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അവിടെ നിന്ന് നമുക്കുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെൽക്കം ഡ്രിങ്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ആക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വന്നിട്ട് കുട്ടികൾക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ടി വി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് കാണാം കേട്ടോ. നമ്മൾ ബിരിയാണിയും അൽഫാമൊക്കെ ഇട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി എണ്ണിട്ടിട്ടാട്ടോ നമ്മളുടെ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സും സംഭവങ്ങളൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് ഷെയ്ഖും ഹാനിയൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ ഒരു പ്രത്യേക വിഷമം ഉണ്ടായിരുന്നു. കാരണം സ്വന്തം ഒരു വീട് പോലെ റൂം പോലെ നമുക്കങ്ങനെ നല്ല എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ആ ഒരു 2 ദിവസം. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. തനിമ ഫാം ലൈഫിൻ്റെ ഒരു കവറിൽ കുരുമുളക്, അവരുടെ ഫാമിൽ തന്നെ കൃഷി ചെയ്ത കുരുമുളക്, അതുപോലെ വെളിച്ചെണ്ണ, പിന്നെ അവിടെ നിന്നൊരു പെൻസില്, അങ്ങനെ കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളാക്കിയിട്ട് നേരെ ബഗ്ഗി വന്ന് നമ്മളുടെ സാധനങ്ങളൊക്കെ അതിൽ കയറ്റിയിട്ട് നമ്മളെ നേരെ കൊണ്ടുപോയിട്ട്. പിന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാം കേട്ടോ. റെയിൻ ഡാൻസ് മാത്രം നമ്മൾ ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും മിസ്സാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് മസാജ് ഉണ്ട് കേട്ടോ, പക്ഷെ അത് പൈസ കൊടുത്തിട്ടുള്ളതാണ്, വേറെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ മാത്രം നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതാ ഗ്ലാസ് ബ്രിഡ്ജ് എത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ടൊന്ന് കറങ്ങിയെടുക്കാൻ പറ്റിയത്.
അങ്ങനെ നമ്മളുടെ അടിപൊളി വൺ ഡേ സ്റ്റേ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഒരു 6 മണി ടൈമിലോട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബ് അടിപൊളിയാണ്. അവിടുത്തെ നമ്മൾ റേറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റംഷി കാർ എടുത്തിട്ട് വന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ബില്ല് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ അടിപൊളി വൈബ് യാത്ര കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ടാണ്. എന്നാൽ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ടൈമെല്ലാം കറക്റ്റായി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.